നമസ്കാരം. പെന്റഗണിൽ വട്ടമിട്ട് പറന്ന് നെതന്യാഹുവിന്റെ ചാരക്കണ്ണുകൾ. അമേരിക്കയുടെ രഹസ്യങ്ങൾ ചോർത്തി ഇസ്രായേലികൾ. അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിൽ ചർച്ചയിലിരിക്കുന്ന സമാധാന കരാറിനോട് സത്യത്തിൽ ഇസ്രായേൽ പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് വരുന്നത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ്. US നയതന്ത്രജ്ഞരുടെയും പെന്റഗൺ ഉദ്യോഗസ്ഥരുടെയും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇസ്രായേൽ ചോർത്തുന്നതായിട്ടുള്ള സുരക്ഷാ റിപ്പോർട്ടുകളോട് പ്രതികരിക്കുകയായിരുന്നു വാൻസ്. അമേരിക്കയുടെ നയതന്ത്ര പ്രതിനിധികളെയും പ്രതിരോധ ആസ്ഥാനമായിട്ടുള്ള പെന്റഗൺ ഉദ്യോഗസ്ഥരെയും ഇസ്രായേൽ ഏജൻസികൾ അതീവ രഹസ്യമായിട്ട് നിരീക്ഷിക്കുന്നതിൽ US രഹസ്യാന്വേഷണ വിഭാഗം കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ ചില ശത്രു രാജ്യങ്ങളെക്കാൾ വലിയ കൗണ്ടർ ഇന്റലിജൻസ് സുരക്ഷാ ഭീഷണിയാണ് ഇപ്പോൾ ഇസ്രായേൽ ഉയർത്തുന്നത് എന്ന് പെന്റഗൺ വിലയിരുത്തുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ്, പെന്റഗൺ പോളിസി ചീഫ് എൽബ്രിഡ്ജ് കോൾബി എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും സൈനിക ഭരണതലപ്പത്തുള്ള പ്രമുഖരും ഇസ്രായേലിന്റെ കർശന നിരീക്ഷണ വലയത്തിലാണ് എന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാനുമായി US നടത്തുന്ന ചർച്ചകളുടെയും കരാറുകളുടെയും അന്തർധാരകൾ ചോർത്തിയെടുക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. ഇറാൻ വിഷയത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ് എന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ് പരസ്യമായി സമ്മതിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി പൊതു താല്പര്യങ്ങൾ പങ്കിടുന്നുണ്ട് എങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരേ നിലപാടല്ല സ്വീകരിക്കുന്നത് എന്നും താല്പര്യങ്ങൾ പരസ്പരം വിയോജിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയുക എന്ന അമേരിക്കയുടെ പ്രധാന താല്പര്യത്തിലാണ് തങ്ങൾ മുൻഗണന നൽകുന്നത് എന്നും അത് അമേരിക്കൻ ജനതയുടെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ് എന്നുകൂടി വാൻസ് പറയുന്നുണ്ട്. ഇറാന്റെ ആണവ കരാറിന് ദീർഘകാലാടിസ്ഥാനത്തുള്ള പരിഹാരം കാണാൻ ട്രംപിന് സാധിക്കുമെന്നും ഇതിനെ ഇസ്രായേൽ അനുകൂലിച്ചാലും ഇല്ലെങ്കിലും അത് അമേരിക്കയുടെ ഏറ്റവും മികച്ച താല്പര്യങ്ങൾക്കൊപ്പമാണ് എന്നുകൂടിയാണ് വാൻസ് പറഞ്ഞു വെക്കുന്നത്. അതേസമയം മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലും ഇറാനും പരസ്പരം മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയും ട്രംപിന്റെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചതായിട്ട് പരസ്പരം കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ്. ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ അത് വെടിനിർത്തലിന്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നത്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ഇസ്രായേൽ ഇറാന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സൈനിക സാമ്പത്തിക ആ ലക്ഷ്യങ്ങൾക്ക് നേരെ ശക്തമായിട്ടുള്ള വ്യോമാക്രമണം അഴിച്ചുവിട്ട് കഴിഞ്ഞു. തെഹ്റാൻ, ഇസ്ഫഹാൻ തുടങ്ങിയിട്ടുള്ള പ്രമുഖ നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇരുന്നു. ഹിസ്ബുള്ളയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇറാൻ ആക്രമണം നടത്തിയതിനാലാണ് താൻ ഈ വ്യോമാക്രമണത്തിന് ഉത്തരവിട്ടതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നു. എന്നാൽ ഇതോടൊപ്പം ആക്രമണം താൽക്കാലികമായി നിർത്തുകയാണെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇനി പുതിയ നീക്കങ്ങൾ ഉണ്ടായാൽ ശക്തമായിട്ട് നേരിടുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇറാനും ലെബനനുമെതിരെയുള്ള സൈനിക ആക്രമണങ്ങൾ ശക്തമാക്കുന്നത് അവസാനിപ്പിക്കുവാൻ ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിന്മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഈ ആക്രമണങ്ങൾ കാരണം ഇറാൻ സമാധാന കരാർ അത് തകരുകയാണെങ്കിൽ ഇസ്രായേലിനുള്ള US പിന്തുണ പിൻവലിക്കുമെന്ന് കൂടി ട്രംപ് ഭീഷണിപ്പെടുത്തി. കരാർ യാഥാർത്ഥ്യമാക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് സൂചന. ആണവായുധ നിർമ്മാണ ശ്രമങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണമെന്നും നിലവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കൈമാറണമെന്നുമാണ് അമേരിക്ക പ്രധാനമായിട്ടും ഇറാനോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം തങ്ങൾക്ക് ലഭിക്കണമെന്നും തങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ തുറമുഖങ്ങൾക്ക് മേലുള്ള അമേരിക്കയുടെ ഉപരോധം നീക്കണമെന്ന് ലെബനനിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും ഒക്കെ തമ്മിൽ നടത്തുന്ന പോരാട്ടം അവസാനിപ്പിക്കണമെന്നുമാണ് ഇറാന്റെ പ്രധാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. അതേസമയം തങ്ങൾ US-നെതിരെ ചാരവൃത്തി നടത്തുന്നുവെന്ന ആരോപണങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഇസ്രായേൽ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നത്. തങ്ങൾ അമേരിക്കൻ ഉദ്യോഗസ്ഥരെയോ സ്ഥാപനങ്ങളെയോ നിരീക്ഷിക്കുന്നില്ല എന്നും അമേരിക്കയ്ക്ക് വേണമെങ്കിൽ യാതൊരുവിധ ഭീഷണി ഉയർത്തുന്നില്ല എന്ന് കൂടി വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസി വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ട്രംപ് ഭരണകൂടം രണ്ടാമതും അധികാരമേറ്റത് മുതൽ US ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിവര ശേഖരണം നിയന്ത്രണാതീതമായി തുടരുകയാണ് എന്ന് തന്നെയാണ് ട്രംപ് ഭരണകൂടത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിൽ സേവനമനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലി പങ്കാളികളോടൊപ്പം പ്രവർത്തിക്കുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് ഈ കൗണ്ടർ ഇന്റലിജൻസ് സുരക്ഷാ ഭീഷണികളെ കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്ന് രണ്ട് മുതിർന്ന US സൈനിക ഉദ്യോഗസ്ഥർ അടക്കം പറയുന്നുണ്ട്. അപ്പോൾ പെന്റഗണിൽ സത്യത്തിൽ നെതന്യാഹുവിന്റെ ചാരക്കണ്ണുകൾ വട്ടമിട്ട് പറക്കുകയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ് അമേരിക്ക. അമേരിക്കയുടെ രഹസ്യങ്ങൾ ചോർത്തി ഇസ്രായേലികൾ നാളെ അമേരിക്കക്കെതിരെയും ബോംബുകൾ വർഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് ഇപ്പോൾ ട്രംപ് അടക്കം വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും നെതന്യാഹുവിന്റെ ചാരക്കണ്ണുകൾ പെന്റഗണിൽ വട്ടമിട്ട് പറക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ, അമേരിക്കയിലെ രഹസ്യങ്ങൾ ഇസ്രായേലികൾ ചോർത്തിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള അവരുടെ നയതന്ത്ര ബന്ധങ്ങളടക്കം തകർന്ന് തരിപ്പണമാകും. ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലികൾ അമേരിക്കയിൽ ബോംബിടുകയോ അമേരിക്ക ഈ രഹസ്യങ്ങൾ തിരിച്ചറിയുന്നതിന് ശേഷം ഇസ്രായേലുകൾക്കെതിരെ തിരിയുകയോ ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകില്ല.